കണ്ട? All of you blink your eyes like this. ടീച്ചറിന്റെ നോസ് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ മണക്കും, പൂവിനെ അങ്ങനെ മണക്കും. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു EVS ഡെമോ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ ഡെമോ ക്ലാസ്സിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഹൗ ആർ യു ഓൾ? ഫൈൻ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുട്ടികളെ, ഇതെന്താ ടീച്ചറുടെ കയ്യിലുള്ളത്? ഇതെന്താ? ഒരു പേപ്പർ അല്ലേ? ഈ പേപ്പറിനെ ടീച്ചർ ഒന്ന് മടക്കട്ടെ. ടീച്ചർ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഈ പേപ്പറിന്. കണ്ടല്ലോ എല്ലാരും? ഇനി ഈ പേപ്പറിനെ ഉണ്ടല്ലോ നമുക്ക് വേറൊരു സാധനമാക്കി മാറ്റണം. അപ്പൊ ഈ വേറൊരു സാധനമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് പാടണം. അതിനു മുമ്പ് നമുക്കൊരു പാട്ട് പാടണം. അപ്പൊ ഈ പാട്ട് പാടി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടീച്ചർ ഈ പേപ്പർ കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. ഓക്കെ, അപ്പൊ എല്ലാരും റെഡിയല്ലേ പാട്ട് പാടാൻ? അപ്പൊ ടീച്ചർ പാടട്ടെ. കടലാസ് പാവയ്ക്ക് കണ്ണില്ലല്ലോ, പാവ എങ്ങനെ കാണും, നമ്മളെ എങ്ങനെ കാണും? കടലാസ് പാവയ്ക്ക് കണ്ണില്ലല്ലോ, പാവ എങ്ങനെ കാണും, നമ്മളെ എങ്ങനെ കാണും? മൂങ്ങയുടെ ഐസ് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കാണും, നമ്മളെ അങ്ങനെ കാണും. മൂങ്ങയുടെ ഐസ് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കാണും, നമ്മളെ അങ്ങനെ കാണും. കുട്ടികളെ, ടീച്ചർ ഈ പേപ്പർ കൊണ്ട് ഒരു പേപ്പർ ഡോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു കടലാസ് പാവയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ കടലാസ് പാവയ്ക്കുണ്ടല്ലോ കുറെ ബോഡി പാർട്സ് ഇല്ല. അപ്പൊ ആദ്യത്തെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് കണ്ണ് അല്ലേ? ഈ പേപ്പർ ഡോളിന് ഒരു കണ്ണ് വേണം, എന്നാലല്ലേ കടലാസ് പാവയ്ക്ക് നമ്മളെ കാണാൻ പറ്റൂ. കണ്ണില്ലാണ്ട് നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ടീച്ചർ എന്താ ഇവിടെ ചെയ്തതെന്ന് അറിയോ? നമ്മുടെ ഔളുണ്ടല്ലോ, മൂങ്ങ. ഈ മൂങ്ങയുടെ ഉണ്ട കണ്ണില്ലേ, ഈ കണ്ണെടുത്തിട്ട് ടീച്ചർ ഈ പാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ കൊടുക്കൂട്ടോ. കണ്ടോ? കണ്ട ടീച്ചർ എന്താ ചെയ്തത്? ഈ പേപ്പർ ഡോളിന് നമ്മുടെ ഔളിന്റെ മൂങ്ങയുടെ 2 കണ്ണും വെച്ചു കൊടുത്തു. ഇപ്പൊ നമ്മുടെ പേപ്പർ ഡോളിന് നമ്മളൊക്കെ കാണാം അല്ലേ? അപ്പോ ഈ പേപ്പർ ഡോളിന് ഒരു ബോഡി പാർട്സ് കിട്ടിയല്ലേ? ഏത് ബോഡി പാർട്സാ കിട്ടിയത്? ഐസ്. ഓൾ ഓഫ് യു സേ ലൗഡ്ലി, ഐസ്. ബോഡി പാർട്സ്. ഫസ്റ്റ് വൺ ഏതാ നമുക്ക് കിട്ടിയത്? ഏത് ബോഡി പാർട്സ് ആദ്യമായിട്ട് കിട്ടിയത്? ഐസ്. ഓൾ ഓഫ് യു സേ ലൗഡ്ലി, ഐസ്. 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 സേ ലൗഡ്ലി, ice. Ice. Okay children, do you have eyes? How many eyes do you have? 1 or 2? Yes, we have 2 eyes. All of you touch your eyes and say loudly, eyes. Eyes. Children, we see with our eyes, right? All of you blink your eyes like this. Yes, all of you blink your eyes like this. Yes, very good. Okay children, we can continue our song. കടലാസ് പാവയ്ക്ക് ഇയറില്ലല്ലോ, പാവ എങ്ങനെ കേൾക്കും, പാട്ട് എങ്ങനെ കേൾക്കും? കടലാസ് പാവയ്ക്ക് ഇയറില്ലല്ലോ, പാവ എങ്ങനെ കേൾക്കും, പാട്ട് എങ്ങനെ കേൾക്കും? അപ്പോ കുട്ടികളെ, ഈ കടലാസ് പാവയ്ക്ക് ഈ പേപ്പർ ഡോളിനുണ്ടല്ലോ അടുത്ത ഒരു ബോഡി പാർട്സ് കൂടി ഇല്ല. എന്താ അത്? ഇയേഴ്സ് അല്ലെ? ഇയർ. നമ്മുടെ ചെവി ഇല്ല. അപ്പൊ പിന്നെ ഈ കടലാസ് പാവ എങ്ങനെ പാട്ട് കേൾക്കും അല്ലെ? നിങ്ങൾ കുട്ടികൾ പാടുന്ന പാട്ടും ടീച്ചർ പാടുന്ന പാട്ടും ഒക്കെ ഈ പാവ എങ്ങനെ കേൾക്കും ഇയർ ഇല്ലാണ്ട്? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ടീച്ചർ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. ആനയുടെ ഇയറെടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കേൾക്കും, പാട്ട് അങ്ങനെ കേൾക്കും. ആന അല്ലേ? എലിഫന്റ്
അല്ലെ, ഇത് ഏതിന്റെ പിക്ചറാ? എലിഫന്റ്. അപ്പൊ ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ആനയുടെ ഇയർ എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കേൾക്കും, പാട്ട് അങ്ങനെ കേൾക്കും. എല്ലാവർക്കും ആനയെ അറിയാലോ അല്ലെ? എല്ലാവരും ആനയെ കണ്ടിട്ടുണ്ടാവും. ചില കുട്ടികൾ ആനയെ തൊട്ടിട്ടും ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? അപ്പൊ ആനയുടെ ചെവി എങ്ങനെയാണ്? ദാ ഇതുപോലെ വലിയ ചെവിയാണ് അല്ലേ? വലിയ ചെവി. അപ്പൊ നമുക്ക് വലിയ ചെവി എടുത്ത് ഈ പേപ്പർ ഡോളിന് കൊടുക്കാം. അപ്പൊ പിന്നെ പാട്ട് കേൾക്കാലോ. ടീച്ചർ പറഞ്ഞില്ലേ, ആനയുടെ ഇയർ എടുത്ത് ആർക്ക് കൊടുത്തു? പേപ്പർ ഡോളിന് കൊടുത്തു. ഇതാ കണ്ടില്ലേ, ഇതാ ആനച്ചെവി. ഇനി ഇപ്പൊ ഈ പേപ്പർ ഡോളിന് നിങ്ങൾ പാടുന്നതും ടീച്ചർ പാടുന്നതും ഒക്കെ കേൾക്കാം. അപ്പൊ നമ്മുടെ പേപ്പർ ഡോളിന് രണ്ടാമത്തെ ബോഡി പാർട്സും കിട്ടി. എന്താ കിട്ടിയത് ഇപ്പോ? ഇയേഴ്സ് അല്ലേ? ഇയേഴ്സ്. ഓൾ ഓഫ് യു സേ ലൗഡ്ലി, ഇയേഴ്സ്, ഇയേഴ്സ്, ഇയേഴ്സ്. Children, how many ears do you have? 2 or 3? Yes, 2 ears. See my ears. All of you touch your ears and say loudly, ears, ears, ears. Okay, now all of you make this sound. Could you hear? All of you make this sound. Yes, very good. Yes, I hear with my ears. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ബാക്കി പാട്ട് കൂടി കേൾക്കണ്ടേ? നമുക്ക് പാടാം. കടലാസ് പാവയ്ക്ക് നോസില്ലല്ലോ, പാവ എങ്ങനെ മണക്കും, പൂവിനെ എങ്ങനെ മണക്കും. കടലാസ് പാവയ്ക്ക് നോസില്ലല്ലോ, പാവ എങ്ങനെ മണക്കും, പൂവ് എങ്ങനെ മണക്കും. അപ്പൊ നമ്മുടെ പേപ്പർ ഡോളിന് അടുത്ത ബോഡി പാർട്സ് കൂടി ഇല്ല. ഏത് ബോഡി പാർട്സ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഇപ്പോ? നോസ് അല്ലേ? അപ്പൊ നോസ് ഇല്ലാണ്ട് ഈ പേപ്പർ ഡോള് എങ്ങനെയാ നല്ല ഫ്ലവേഴ്സ് എല്ലാം മണപ്പിക്കുക അല്ലെ? റോസ് ഫ്ലവറും അതുപോലെ ജാസ്മിൻ, മുല്ലപ്പൂവും ഒക്കെ ഈ പേപ്പർ ഡോൾ എങ്ങനെ മണപ്പിക്കും? അതുപോലെ നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ നിങ്ങൾ മണക്കാറില്ലേ? അതുപോലെ ഈ പേപ്പർ ഡോളിനും മണക്കണ്ടേ? അപ്പൊ ഇതിന് നോസ് ഇല്ലല്ലോ, എന്ത് ചെയ്യും? എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണ്ടേ? ടീച്ചർ ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്താണെന്നറിയോ? ദാ ടീച്ചറിന്റെ വലിയ നോസ് ഉണ്ടല്ലോ, ഈ നോസ് എടുത്ത് ഈ പാവയ്ക്ക് കൊടുക്കും. ടീച്ചറിന്റെ നോസ് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ മണക്കും, പൂവിനെ അങ്ങനെ മണക്കും. ടീച്ചറിന്റെ നോസ് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ മണക്കും, പൂവിനെ അങ്ങനെ മണക്കും. അപ്പൊ ടീച്ചർ ഇതിന് നോസ് വെച്ചിട്ട് വരാം കേട്ടോ. ടീച്ചറിന്റെ നോസ് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ മണക്കും, പൂവിനെ അങ്ങനെ മണക്കും. ഇതാ കണ്ട, ടീച്ചർ പറഞ്ഞ പോലെ ഇതാ മൂക്കെടുത്ത് ടീച്ചർ ഇതാ ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഈ പേപ്പർ ഡോളിന് ഇപ്പോ നോസും കിട്ടി. എന്താ കിട്ടിയത്? നോസ്. ഓൾ ഓഫ് യു സേ ലൗഡ്ലി, നോസ്, 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 നോസ്. അപ്പൊ ഈ പേപ്പർ ഡോളിന് മൂന്നാമത്തെ ബോഡി പാർട്സ് ആയ നോസും കിട്ടി അല്ലേ? ചിൽഡ്രൻ, ഓൾ ഓഫ് യു ടച്ച് യുവർ നോസ്. ഓൾ ഓഫ് യു ടച്ച്. യെസ്, സേ ലൗഡ്ലി, നോസ്, നോസ്, നോസ്. We have only one nose, right? Yes. Okay, children. Now let's breathe like this. Yes, all of you. Yes. Now breathe out. Breathe. Breathe out. We breathe through our nose and also smell with the nose, right? അപ്പൊ കുട്ടികളെ, നമുക്കിനി വീണ്ടും നമ്മുടെ സോങ് കണ്ടിന്യൂ ചെയ്യാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. കടലാസ് പാവയ്ക്ക് മൗത്തില്ലല്ലോ, പാവ എങ്ങനെ കഴിക്കും, ഫുഡ് എങ്ങനെ കഴിക്കും. കടലാസ് പാവയ്ക്ക് മൗത്തില്ലല്ലോ, പാവ എങ്ങനെ കഴിക്കും, ഫുഡ് എങ്ങനെ കഴിക്കും. ഇനി ഏത് ബോഡി പാർട്സ് ഇപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ളത്? മൗത്ത് അല്ലേ?
അപ്പൊ ഇതിന് മൗത്ത് ഇല്ല. മൗത്ത് ഇല്ലാണ്ട് നമ്മുടെ പേപ്പർ ഡോൾ എങ്ങനെ ഫുഡ് കഴിക്കും അല്ലേ? ഇതിന് വിശക്കൂലേ? അപ്പൊ ഇതിനൊരു മൗത്ത് കൊടുക്കണ്ടേ നമുക്ക്? വായ അല്ലേ കൊടുക്കണ്ടേ? ആ, ടീച്ചർ എന്തെങ്കിലും വഴി നോക്കട്ടെ. ആ, ഇതാരാ നോക്കി എല്ലാവരും? ആ, ഡോറ ബുജി അല്ലേ? ഡോറ. ആ, അപ്പൊ ഒരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ഡോറയുടെ മൗത്ത് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കഴിക്കും, ഫുഡ് അങ്ങനെ കഴിക്കും. ഇതാ ഡോറയുടെ വലിയ വായ അല്ലേ? ആ, ഈ വായ എടുത്ത് നമുക്ക് ഇതിന് കൊടുക്കാം. അപ്പൊ പിന്നെ ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഡോറ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. എല്ലാരും ഈ കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവും അല്ലെ? കാണുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഡോറയുടെ മൗത്ത് എടുത്ത് ഈ പേപ്പർ ഡോളിന് കൊടുത്തിട്ട് വരാം. ഡോറയുടെ മൗത്ത് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കഴിക്കും, ഫുഡ് അങ്ങനെ കഴിക്കും. ഡോറയുടെ മൗത്ത് എടുത്ത് പാവയ്ക്ക് കൊടുക്കും, പാവ അങ്ങനെ കഴിക്കും, ഫുഡ് അങ്ങനെ കഴിക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ദാ ഡോറയുടെ വായ അല്ലേ? മൗത്ത് എടുത്ത് ആർക്ക് കൊടുത്തു? ഈ പേപ്പർ ഡോളിന് കൊടുത്തു. ഇനിയിപ്പോ ഈ പേപ്പർ ഡോളിന് ഫുഡൊക്കെ കഴിക്കാം അല്ലേ? All of you touch your mouth. Where is your mouth? Yes, all of you touch your mouth. Say loudly, mouth, mouth, mouth. Say loudly. Okay, very good. I eat with my mouth. I speak with my mouth. I sing with my mouth. Right? Okay, children. Now all of you open your mouth. Open. Ah, ah. Now close your mouth. Ah. Once again, open. Ah. Close. Ah. Okay, very good. അപ്പൊ കുട്ടികളെ, നമ്മൾ ഈ പേപ്പർ ഡോളിന് എന്തൊക്കെ ബോഡി പാർട്സാ വെച്ചു കൊടുത്തത്? നമുക്കൊന്നുകൂടി നോക്കാം അല്ലേ? ദാ ഐസ്. All of you say loudly. Eyes, ears, nose, mouth. Once again, eyes, ears, nose, mouth. Okay, children. Now you understood the names of our body parts and its uses, right? ഇനി ടീച്ചേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ എടുത്ത ഈ EVSന്റെ ബോഡി പാർട്സ് എന്ന ഡെമോ ക്ലാസ് ഞാനൊരു പെർഫെക്റ്റ് ഡെമോ ക്ലാസ് എന്നൊന്നും ഒരിക്കലും പറയില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഡെമോ ക്ലാസ് എടുത്തത്. ഇനിയിപ്പോ ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടോ അതുപോലെ കുറച്ചിട്ടോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ ഇപ്പൊ ഔളിന്റെ ചിത്രം കാണിച്ചു അല്ലെ? അപ്പോ ഈ ഔളിന്റെ കണ്ണെടുത്ത് പേപ്പർ ഡോളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മാർട്ടാണ് അല്ലെ? ഓവർ സ്മാർട്ട് എന്ന് തന്നെ പറയാം. നല്ല കുട്ടികളാണ്. അപ്പോ അവർ ചിലപ്പോ ചോദിച്ചേക്കാം നിങ്ങളോട്, അല്ല ടീച്ചർ ഈ ഔളിന് പകൽ അങ്ങനെ കണ്ണൊന്നും കാണൂലല്ലോ, അപ്പൊ പിന്നെ അതിന്റെ കണ്ണ് എന്തിനാ വെറുതെ അതിന് വെക്കുന്നത് എന്നെല്ലാം ചിലപ്പോ ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഔള് വെച്ചു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബേർഡിന്റെയോ വേറെ എന്തെങ്കിലും ഒരു കണ്ണ് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. മാത്രല്ല ഞാനിത് കുറച്ച് സ്പീഡിലാണ് എടുത്തിട്ടുള്ളതും. നമ്മളിപ്പോ ക്ലാസ് എടുക്കുമ്പോ അല്ലെ, ശരിക്കും ഒരു ലൈവ് ക്ലാസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരും. കാരണം അതൊക്കെ ഒന്ന് ആ പിക്ചറൊക്കെ കണ്ണൊക്കെ എടുത്ത് മുറിച്ച് നമ്മൾ അതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ചെവിയൊക്കെ മുറിച്ച് അതിന് വെച്ചു കൊടുക്കാനൊക്കെ സമയം എടുക്കും. അപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു 2-3 ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് വെച്ച് അത് നേരത്തെ റെഡിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ പിന്നെ നിങ്ങളൊരു മനോധർമ്മത്തിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്യണം. അതുപോലെ ഞാൻ കുറെ അധികം മലയാളം വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ആക്കാം. ഇപ്പൊ കണ്ണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം, കണ്ണെന്ന് പറയണം എന്നില്ല. കാരണം അവർക്ക് അങ്ങനെയാണല്ലോ കിട്ടേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെന്റൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നു എന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് ഇനിയും നന്നായിട്ട് ചെയ്യാൻ പറ്റും എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് ഇപ്പോ പുതിയ ടീച്ചേഴ്സിന് ഇതിനേക്കാളും നല്ല ഐഡിയാസ് ഉണ്ടാവും. അപ്പോ അതിന്റെ കൂടെ ഇതും കൂടി കൂട്ടി ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഡെമോ ക്ലാസ് മാത്രമേ ഇപ്പൊ തീർന്നിട്ടുള്ളൂ. ഇനി അതിന്റെ ബാക്കിയായിട്ട് നമ്മളൊരു വർക്ക്ഷീറ്റ് കൂടി കൊടുക്കണം.
എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ആ വർക്ക്ഷീറ്റ് ഞാനിപ്പോ കാണിക്കാം. പിന്നെ നിങ്ങൾ ടീച്ചർമാർക്ക് സംശയം ഉണ്ടാവാം, ഈ ബോഡി പാർട്സ് ഞാൻ പഠിപ്പിച്ചതിൽ ഹെഡും അതുപോലെ ഫിംഗേഴ്സ്, ഹാൻഡ്സ്, ലെഗ്സ് ഇതൊന്നും ബോഡി പാർട്സ് ആയിട്ട് ടീച്ചർ പറഞ്ഞില്ലല്ലോ എന്ന്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് 10-15 മിനിറ്റ് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിനേക്കാളും കൂടുതലാവാനാണ് സാധ്യത. കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഈ സോങ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു നിങ്ങളുടേതായ രീതിയിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ സോങ് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നുള്ളവർക്ക് അത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം ശരിയാവും എനിക്ക് അറിയില്ല. എന്നാലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ ഞാൻ പാടിയ പോലെ തന്നെ വേണമെന്നില്ലല്ലോ. നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു സോങ് ഒക്കെ ഉണ്ടാക്കി, നമ്മുടെ ഉദ്ദേശം ഇത്ര മാത്രമേ, കുട്ടികൾ ആ ഒരു സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് നന്നായി എൻജോയ് ചെയ്തിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഒപ്പം നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത് അവർക്ക് കിട്ടുകയും വേണം. അല്ലാതെ നമ്മൾ ക്ലാസ് പോയി ഐസ്, ഇയേഴ്സ്, നോസ്, മൗത്ത്, ഓൾ ഓഫ് യു സേ ലൗഡ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാലോ ആ ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് സ്വീകരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോഡി പാർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈംസോ ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ ടീച്ചർമാർ ഡെമോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു വർക്ക്ഷീറ്റ് കുട്ടികൾക്ക് കൊടുക്കണം. ഒന്നുകിൽ ഇത് ആവശ്യത്തിന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ബോർഡിൽ എഴുതിയിട്ട് കുട്ടികളോട് ഓറലി ചോദിച്ചാലും മതി. ഇതിൽ ആദ്യത്തെ 4 എണ്ണം ഓറലി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഓറലി കുട്ടികൾ ഇതിന് ആൻസർ ചെയ്യണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഐസ് ഡു യു ഹാവ്? കുട്ടികളോട് അവരുടെ കണ്ണ് ടച്ച് ചെയ്തിട്ട് തന്നെ അതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ മെനി ഇയേഴ്സ് ഡു യു ഹാവ്? അതും കുട്ടികൾ ടച്ച് ചെയ്തിട്ട് തന്നെ പറയാൻ വേണ്ടി പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ മെനി നോസസ് ഡു യു ഹാവ്? ക്വസ്റ്റ്യൻ നമ്പർ 4, ഹൗ മെനി മൗത്ത് ഡു യു ഹാവ്? നെക്സ്റ്റ്, ടിക്ക് ദ കറക്റ്റ് നമ്പർ ഓഫ് ബോഡി പാർട്സ്. ഇതില് എത്ര നോസ് ഉണ്ടെന്ന് കുട്ടികളോട് ചോദിച്ചിട്ട് 2 ആണോ 1 ആണോ 3 ആണോ അതിനനുസരിച്ച് ആ ബോക്സിൽ കുട്ടികളോട് ടിക്ക് ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ഇയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഹൗ മെനി ഇയേഴ്സ് ഡു യു ഹാവ് എന്ന് ചോദിച്ചിട്ട് 2 ആണോ 3 ആണോ 1 ആണോ അതിനനുസരിച്ച് കുട്ടികളോട് ടിക്ക് ചെയ്യാൻ വേണ്ടി പറയുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഐസ് ഡു യു ഹാവ് എന്ന് ചോദിച്ചിട്ട് 2 ഐസ് 1 ഐ 4 ഐസ് ഏതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ കുട്ടികളോട് അതിന് നേരെ ടിക്ക് ചെയ്യാൻ വേണ്ടി പറയുക. അപ്പൊ പുതിയ ടീച്ചേഴ്സിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യണം. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ആലോചിക്കാനും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുക, അല്ലെ? അപ്പൊ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.